ഹേ ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ശരിക്കും കുറേ ആയി വോയിസ് ഓവർ കൊടുക്കാണ്ട് യൂട്യൂബിൽ ലോങ് വീഡിയോ അപ്ലോഡ് ആക്കാണ്ട് റെസിപ്പി വീഡിയോ ഷെയർ ആക്കാണ്ട് ഇനി മുതൽ ഇൻഷാ അല്ലാ നല്ല റെസിപ്പിയുമായിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് ട്രൈ ആക്കാം. ഐ ഹോപ്പ് എനിക്ക് ഫസ്റ്റത്തെ പോലെ സപ്പോർട്ട് ആക്കുമെന്ന പ്രതീക്ഷയിൽ എഗെയിൻ സ്റ്റാർട്ട് ആക്കുന്നതാണ്. പ്ലീസ് ഡു സപ്പോർട്ട് മീ ഗൈസ്. ഐ ഹോപ്പ് യു ഗൈസ് ആർ സപ്പോർട്ടിങ് മീ. അപ്പോൾ ഇന്നൊരു നല്ല ടേസ്റ്റിയായ ഒരു ബട്ടർ ചിക്കൻ പോലെ ടേസ്റ്റുള്ള ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. എക്സാക്ട് ബട്ടർ ചിക്കൻ അല്ല കേട്ടോ, ഇതിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ട്. ഞാൻ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കും അതുപോലെയാണ്. പിന്നെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതിന് വേണ്ടിയിട്ട് ഇത് ഫുൾ വീഡിയോ കാണാം. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒരു ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഒരു പാനിൽ ഒരു 1/4 കപ്പ് അളവിൽ ഓയിൽ ഇട്ട് കൊടുക്കാം. അതായത് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് കുറച്ച് ഓയിൽ ചൂടായ പിന്നെ ഒരു 2 മീഡിയം സൈസ് കട്ട് ചെയ്തിട്ടുള്ള ഓനിയൻ ഇട്ട് കൊടുത്തിട്ട് ഒരു 2 to 3 മിനിറ്റ്സ് വരെ ഒന്ന് നല്ല പോലെ ഫ്രൈ ആക്കാം. പിന്നെ ഒരു 2 ടൊമാറ്റോ മീഡിയം സൈസ് കട്ട് ചെയ്തിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാല, അതായത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതൊന്നും ഇട്ട് കൊടുക്കാം. പിന്നെ നെക്സ്റ്റ് ഒരു ടേബിൾ സ്പൂൺ പെരുംജീരകം, 1 ടീസ്പൂൺ പോപ്പി സീഡ്സ്, ഇതിന് മലയാളത്തിൽ എന്ത് പറയുന്നത് എനിക്കറിയില്ല. പിന്നെ കുറച്ച് കാഷ്യൂസ്, പിന്നെ കുറച്ച് ബട്ടർ ചിക്കൻ ഇടുപോലെ അത്ര ഇടണ്ട, കുറച്ച് കാഷ്യൂസ് ഉണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ കുറച്ച് മല്ലിയില, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതെല്ലാം ഒന്നാകെ ഇട്ടുകൊടുത്തിട്ട് നല്ല പോലെ ഇതിൽ റോസ്റ്റ് ആക്കാം. ഇതിൽ തന്നെ നല്ല പോലെ ഒരു 6 to 7 മിനിറ്റ്സ് വരെ നല്ല പോലെ ഇതിൽ തന്നെ ഫ്രൈ ആക്കാം. പിന്നെ ഇത് ആയ പിന്നെ ഒരു ബൗളിലെടുത്തിട്ട് ഇത് ചൂടാറിയ പിന്നെ ഇത് പേസ്റ്റ് ആക്കി എടുക്കാം. കുറച്ച് വെള്ളം ഇട്ടെടുത്തിട്ട് നല്ല പോലെ ഫൈനായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. നെക്സ്റ്റ് ഇതേ പാനിൽ മുമ്പിട്ട സെയിം അളവിൽ ഫസ്റ്റ് ഇട്ടിട്ടുണ്ടായാലേ അതേ അളവിൽ ഓയിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൽ കുറച്ച് ഗരം മസാല, പിന്നെ നല്ല പാങ്ങിൽ വാഷാക്കിയിട്ടുള്ള ഒരു 1/2 കിലോ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 1/2 കിലോ ചിക്കൻ എടുത്ത കൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് 1 കിലോ നിങ്ങൾ എത്ര എടുക്കുമോ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞ് ഒരു 2 അളവിൽ നിങ്ങൾ ഇട്ടെടുത്താൽ മതി. ഞാനിവിടെ 1/2 കിലോ ചിക്കൻ ആണ് ഇട്ടെടുത്തത്. ചിക്കൻ ഇട്ടെടുത്തിട്ട് പിന്നെ 1 ടേബിൾ സ്പൂണ് ഉപ്പ് ഇട്ടെടുത്തിട്ട് നല്ല പോലെ ഒരു 5 മിനിറ്റ് ഈ ഓയിൽ തന്നെ നല്ല റോസ്റ്റ് ആക്കാം. ഈ ചിക്കൻ മൊത്തം നല്ല റോസ്റ്റ് ആക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ടീസ്പൂൺ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടെടുത്തിട്ട് മിക്സ് ആക്കാം. പിന്നെ ഇതിൽ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ ഗരം മസാല പൗഡർ, പിന്നെ 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല പൊടി, 1 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, ഇതെല്ലാം ഇട്ടെടുത്തിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് നല്ല പോലെ മിക്സ് ആക്കിയിട്ട് ഇളക്കിയെടുക്കാം. പിന്നെ നെക്സ്റ്റ് ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഇട്ടെടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് കുക്ക് ചെയ്യാം. നെക്സ്റ്റ് ഇതിൽ ഒരു 1/4 കപ്പ് കർഡ്, അതായത് തൈര് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മൂടി കവറാക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് 5 മിനിറ്റ് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ട് നല്ല പോലെ കുക്ക് ചെയ്യാം. നെക്സ്റ്റ് ഇതിൽ നമ്മൾ ഫസ്റ്റ് ഗ്രൈൻഡാക്കി വെച്ചിട്ടുള്ള ആ മസാല പേസ്റ്റ് ഒന്ന് ഇട്ടെടുത്തിട്ട് മൊത്തം മിക്സ് ചെയ്യാം. മൊത്തം ഇത് നല്ല പോലെ മിക്സ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ഇതിൽ കുറച്ച് വെള്ളം കൂടി ഇട്ടെടുത്തിട്ട് കുക്ക് ചെയ്യാം. മെയിനായിട്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് അഡ്ജസ്റ്റ് ആക്കി കൊടുക്കാം. എത്ര നിങ്ങൾക്ക് കറിൻ്റെ ഒരു തിക്നെസ് വേണം അത്ര അഡ്ജസ്റ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് മെയിനായിട്ട് ഒരു മീഡിയം ആയിട്ട് തിക്ക് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, ഏത് ഇതിലേക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതൊന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര വേണോ അത്ര അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ച് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ കുറച്ച് മല്ലിയില ഇട്ടെടുത്തിട്ട് ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 to 10 മിനിറ്റ്സ് വരെ കുക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നെക്സ്റ്റ് ഈ ചിക്കൻ 90 to 95% വരെ കുക്കായ പിന്നെ ലാസ്റ്റിൽ ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഒരു 1/2 ലെമൺ ജ്യൂസ് സ്ക്വീസ് ചെയ്തിട്ട് ഇട്ടെടുത്തിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇനി ഒരു 5 മിനിറ്റ് വരെ ജസ്റ്റ് 5 മിനിറ്റ് വരെ ഫുൾ ലോ ഫ്ലെയിമിൽ കവറാക്കി കൊടുത്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ റെഡിയായി, ഇത്രയേ ഉള്ളൂ. ഇത് റെഡി, ടേസ്റ്റിയായ ഒരു സ്പെഷ്യൽ ചിക്കൻ കറി റെഡി. ഒരു പ്രാവശ്യം മസ്റ്റായിട്ട് ട്രൈ ആക്കിയിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഐ ഹോപ്പ് യു ഗൈസ് ആർ ലൈക്ക് ദിസ് റെസിപ്പി. പിന്നെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ റെസിപ്പിയുമായിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.